ഇന്ന് ഫെബ്രുവരി 14 പ്രണയദിനം. എന്നാൽ CRPF സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു ദിവസം. ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുൽവാമയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ മനുഷ്യത്വരഹിതമായ കാർ ബോംബ് ആക്രമണത്തിൽ മലയാളിയും വയനാട് സ്വദേശിയുമായ വസന്തകുമാർ ഉൾപ്പെടെ CRPF നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടുമാത്രം അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇന്നെനിക്ക് കണ്ടറിയാൻ കഴിഞ്ഞു. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോയായി സമർപ്പിക്കുകയാണ്. ഫെബ്രുവരി 14 എല്ലാ ദിവസത്തെയും പോലെ ശാന്തമായ ഒരു സുപ്രഭാതം. എന്നാൽ ഉച്ചകഴിഞ്ഞ് സ്ഥിതിഗതികൾ ആകെ മാറി. ഉച്ചകഴിഞ്ഞ് 1:30 പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള തീവ്രവാദി സംഘടന ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ വെച്ച് CRPF വാഹന വ്യൂഹത്തിന് നേരെ അപ്രതീക്ഷിതമായി നടത്തിയ മനുഷ്യത്വരഹിതമായ ആക്രമണത്തിൽ മലയാളിയായ വസന്തകുമാർ ഉൾപ്പെടെ CRPF 40 ധീര ജവാന്മാരെയാണ് രാജ്യത്തിന് നഷ്ടമായത്. മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടപ്പോൾ നമ്മൾ പലരും അതൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ CRPF ജവാന്മാരുടെ കൂട്ടായ്മ സഹ്യാദ്രി സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ധീര ജവാന്മാരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്ന ചടങ്ങിൽ എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞു. സർവീസിലുള്ളതും റിട്ടയർമെൻറ്റ് ജീവിതത്തിലുള്ളവരും കുടുംബാംഗങ്ങളുമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. പത്തനംതിട്ട യുദ്ധസ്മാരകത്തിലാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്ന് റിട്ടയർ ആയവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം എല്ലാവർക്കും മാതൃകയാണ്. സ്വരാജ്യത്തിനു വേണ്ടി ജീവനും രക്തവും നൽകിയ നമ്മുടെ സ്വന്തം CRPF സൈനികരുടെ ഛായാചിത്രത്തിനു മുന്നിൽ ഓരോരുത്തരായി വന്ന് തിരി തെളിയിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച് അവർ നിന്ന ആ ഒരു കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. CRPF ജവാന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും രാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും അത്ര കണ്ട് വിളിച്ചോതുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു ഇത്. നാട്ടിലില്ലാതിരുന്ന പല അംഗങ്ങളുടെയും കുടുംബാംഗങ്ങൾ പോലും പങ്കെടുത്ത ഈ ഒരു ചടങ്ങിൽ എനിക്കും ഭാഗവാക്കാകാൻ കഴിഞ്ഞു. എൻ്റെ ഈ ഒരു വീഡിയോ നമ്മുടെ രാജ്യത്തിനു വേണ്ടി രക്തം ചീന്തിയ CRPF ധീര സൈനികരുടെ പാതാരബിംബങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം നൽകിയ സഹ്യാദ്രിയുടെ മുതിർന്ന മെമ്പറായ ദിലീപേട്ടനും എൻ്റെ 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ സഹ്യാദ്രിയിലെ ഓരോ പ്രിയപ്പെട്ടവരോടും എൻ്റെ നിസ്സീമമായ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ജയ് ഹിന്ദ്.